ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. മലയാളി കാൽപന്ത് പ്രേമികളെ ഫുട്ബോളിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനുള്ള സൂപ്പർ ലീഗ് കേരളയ്ക്ക് ഇന്ന് കൊടികയറ്റം. അപ്പോൾ എന്താണ് സൂപ്പർ ലീഗ് കേരള? പ്രഥമ സൂപ്പർ ലീഗ് കേരളയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തുടക്കത്തിൽ പറഞ്ഞ പോലെ കേരള ഫുട്ബോളിനുള്ളിൽ കേരള ഫുട്ബോൾ പ്ലെയേഴ്സിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാവുന്ന ഒരു വമ്പൻ പദ്ധതി തന്നെയാണ്, വമ്പൻ ലീഗ് തന്നെയാണ് ഇന്ന് മുതൽ ആരംഭിക്കാൻ പോകുന്നത്, പ്രഥമ സൂപ്പർ ലീഗ് കേരള. സോ ഇന്ന് സെപ്റ്റംബർ 7 വൈകിട്ട് 8 മണിക്ക് കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഫോഴ്സ കൊച്ചി എഫ്.സിയും മലപ്പുറം എഫ്.സിയും തമ്മിൽ ഏറ്റുമുട്ടുന്നതായിരിക്കും പ്രഥമ സൂപ്പർ ലീഗ് കേരളയുടെ ഉദ്ഘാടന പോരാട്ടം. സോ സെപ്റ്റംബർ 7 മുതൽ നവംബർ 10 വരെയായിരിക്കും പ്രഥമ സൂപ്പർ ലീഗ് കേരള നടക്കാൻ പോകുന്നത്. 33 മത്സരങ്ങളാണ് ആദ്യത്തെ സൂപ്പർ ലീഗ് കേരള ടൂർണമെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 ഫ്രാഞ്ചൈസികളാണ് മത്സരിക്കുന്നത്. ഫോഴ്സ കൊച്ചി, മലപ്പുറം എഫ്.സി, തിരുവനന്തപുരം കൊമ്പൻസ്, കണ്ണൂർ വാരിയേഴ്സ്, തൃശ്ശൂർ മാജിക് എഫ്.സി, കാലിക്കറ്റ് എഫ്.സി. സോ ഇതാണ് 6 വമ്പൻ ടീമുകൾ. ഇനി 3 മത്സര വേദികളിലായിട്ടാണ് പോരാട്ടങ്ങൾ നടക്കാൻ പോകുന്നത്. കോഴിക്കോട് അന്താരാഷ്ട്ര ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് പുറമെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം, മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം തുടങ്ങി 3 വേദികളിലായിട്ടായിരിക്കും സൂപ്പർ ലീഗ് കേരളയുടെ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. 6 ടീമുകളാണ് പങ്കെടുക്കാൻ പോകുന്നത്. പ്രഥമ സൂപ്പർ ലീഗ് കേരളയുടെ പ്രത്യേകത തന്നെ വമ്പൻ താരനിര തന്നെയാണ്. നമുക്കറിയാം, ഇന്ത്യൻ ഫുട്ബോളിലേക്ക് അടക്കം, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വമ്പൻ ലീഗായിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിലടക്കം കളിച്ച് പരിചയസമ്പത്തുള്ള താരങ്ങൾ ഒന്നടങ്കം ഇത്തവണ സൂപ്പർ ലീഗ് കേരളയിൽ മത്സരിക്കുന്നു. അതാണ് ഈ ലീഗിനെ ഏറ്റവും കൂടുതൽ സവിശേഷതയും. നമുക്കറിയാം, ISL പരിചയമുള്ള ബ്രസീലിയൻ താരമായിട്ടുള്ള ചെന്നൈയിൻ എഫ്.സിയുടെ താരമായ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള കെർവിൻസ് ബെൽഫോർട്ട്, ഹെയ്ത്തി താരം, മലയാളി താരങ്ങളായിട്ട് അനസ് അർത്തോടക, CK വിനീത്, അബ്ദുൽ ഹക്കു തുടങ്ങിയ താരങ്ങൾക്ക് പുറമെ ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുള്ള ആദിൽ ഖാൻ, സുഭാഷിഷ് റോയ് ചൗധരി തുടങ്ങിയ താരങ്ങളും ഇത്തവണ സൂപ്പർ ലീഗ് കേരളയിൽ മത്സരിക്കുന്നുണ്ട്. അതിനു പുറമെ നമുക്കറിയാം, ISLൽ ചെന്നൈയിൻ എഫ്.സിയെ ചാമ്പ്യന്മാരാക്കിയ ജോൺ ഗ്രിഗറി എന്ന ഇംഗ്ലണ്ട് പരിശീലകൻ ഇത്തവണ മലപ്പുറം എഫ്.സിയുടെ കോച്ചായിട്ടാണ് വീണ്ടും ഇന്ത്യൻ ഫുട്ബോളിലേക്ക് എത്തുന്നത് എന്നും വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ഫാക്റ്റ് തന്നെയാണ്. ഇനി ടൂർണമെൻറ്റ് ഫോർമാറ്റിലേക്ക് വരുവാണെങ്കിൽ എല്ലാ ടീമുകളും പരസ്പരം ഹോം ആൻഡ് എവേ രീതിയിൽ 2 തവണ മത്സരിക്കും. അതിൽ ആദ്യ റൗണ്ട് അവസാനിക്കുമ്പോൾ പോയിന്റ് ടേബിളിൽ ആദ്യ 4-ൽ വരുന്ന ടീമുകളായിരിക്കും അടുത്ത റൗണ്ടായിട്ടുള്ള സെമി പോരാട്ടങ്ങളിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് ടൂർണമെൻറ്റിൻ്റെ ഫോർമാറ്റ്. ഇനി നമുക്ക് ടീമുകളുടെ ഹെഡ് കോച്ചസിനെയും ഒന്ന് പരിചയപ്പെടാം. നേരത്തെ പറഞ്ഞ പോലെ 6 ടീമുകളാണ്. ഫോഴ്സ കൊച്ചി, മലപ്പുറം എഫ്.സി, തിരുവനന്തപുരം കൊമ്പൻസ്, കാലിക്കറ്റ് എഫ്.സി, കണ്ണൂർ വാരിയേഴ്സ്, തൃശ്ശൂർ മാജിക് എഫ്.സി. ഫോഴ്സ കൊച്ചിയിലേക്ക് വരുവാണെങ്കിൽ വമ്പൻ താരനിര ഉള്ള ഒരു ടീം തന്നെയാണ് ഫോഴ്സ കൊച്ചി. സോ ഫോഴ്സ കൊച്ചിയെ പ്രഥമ ലീഗിൽ കളി പഠിപ്പിക്കാൻ എത്തുന്നത് പോർച്ചുഗൽ താരമായിട്ടുള്ള മരിയോ ലമോസ് ആണ്. മലപ്പുറം എഫ്.സിയിലേക്ക് വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ISL ചെന്നൈയിൻ എഫ്.സിയെ ചാമ്പ്യന്മാരാക്കിയ ഇംഗ്ലണ്ട് പരിശീലകൻ ജോൺ ഗ്രിഗറിയാണ് അവരുടെ ഹെഡ് കോച്ച്. തിരുവനന്തപുരം കൊമ്പൻസിലേക്ക് വരുവാണെങ്കിൽ ബ്രസീൽ പരിശീലകനായിട്ടുള്ള സെർജിയോ അലക്സാണ്ട്രയാണ് കൊമ്പൻസിൻ്റെ പരിശീലകൻ. കാലിക്കറ്റ് എഫ്.സിയിലേക്ക് വരുവാണെങ്കിൽ സ്കോട്ട്ലാൻഡ് ഓസ്ട്രേലിയൻ വംശജനായിട്ടുള്ള ഇയാൻ ആൻഡ്രൂ ഗില്ലനും. കണ്ണൂർ വാരിയേഴ്സിലേക്ക് വരുവാണെങ്കിൽ സ്പാനിഷ് കോച്ചായിട്ടുള്ള മനോലോ സാഞ്ചസും. തൃശ്ശൂർ മാജിക് എഫ്.സിയിൽ പൂരനഗരിയായിട്ടുള്ള തൃശ്ശൂരിനെ കളി പഠിപ്പിക്കാൻ എത്തുന്നത് ഇറ്റലിയിൽ നിന്നുള്ള ജിയോവനി സ്കാനുവുമാണ്. സോ ഇതാണ് പ്രഥമ സൂപ്പർ ലീഗ് കേരളയെക്കുറിച്ചുള്ള അറിയേണ്ടതെല്ലാം ഫുൾ ഡീറ്റെയിൽസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.